മലയാളികളുടെ മറ്റൊരു ഹിറ്റ് ബോയ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം സലിമേട്ടൻ, അതെന്തായിരുന്നു ആ ഒരു ഭാവം? ഒന്നുമില്ല. ഓക്കെ, സോ ആദ്യം അച്ഛൻ്റെ ആ ഒരു ടൈറ്റിലായിരുന്നു, പക്ഷെ ഇപ്പോ യു ആർ എ ക്യാരക്ടർ ആൻഡ് യു ഹവ് വൺ ഇറ്റ് ബൈ യുവർ സെൽഫ്. സോ എന്താണ് നമ്മളുടെ ലുലുവിലുള്ള ഇവരോട് എല്ലാവരോടും പറയാനുള്ളത്? അല്ല, ഒരുപാട് സന്തോഷം അതിൽ. എനിക്ക് നടികറിനെ പറ്റിയാണ് പറയാനുള്ളത്. ജീൻചാൻ എന്നെ അടിച്ചു കഴിഞ്ഞ് ദിവസം അടിക്കാൻ പറ്റണ നീ അടിക്കണ. നടികറിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ മഞ്ഞുമല്ല ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്യുന്നത്. അതായത് ഞങ്ങൾ നടികറിന്റെ പാക്കപ്പ് പാർട്ടിക്ക് ഞാനും ബാലും മഞ്ഞുമല്ല പാക്കപ്പ് പാർട്ടിക്ക് ഞാനും ബാലും നടികറിന്റെ ഷൂട്ടിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു വെച്ചാൽ ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു കോള് വരണം വേറൊരു സിനിമയിലേക്ക്, അല്ലെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് അല്ല, അങ്ങനെ പറഞ്ഞത്. അപ്പം എനിക്ക് അച്ഛൻ്റെ മുമ്പിൽ ആളാവാനായിട്ട് അവസരം ഒരുക്കി തന്ന ആളാണ് ജീൻചേട്ടൻ. ജീൻചേട്ടനോടാണ് എനിക്ക് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത്. അവിടെ ഞാൻ തോറ്റില്ല. ജീൻചേട്ടൻ്റെ പടം കഴിയുന്നതിന് മുമ്പ് എന്നെ വിളിച്ചു, ഞാൻ പോയി. പിന്നെ എല്ലാവരോടും അലഞ്ചേട്ടൻ, അനുപേട്ടൻ എന്ന് പറഞ്ഞാൽ അവിടെ അനുപേട്ടനോടെ ഫ്രണ്ടിൽ തന്നെ ഇരുത്തിയ അനുപേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചേട്ടനെ പോലെയാണ്. പുള്ളിക്ക് ഞാൻ അനിയനെ പോലെ. എല്ലാവരും ലാലങ്ങളുടെ ഒരു മൂവിയുടെ പാട്ടാകാൻ പറ്റിയതിൽ അതിപ്പോൾ നടികറിൻ്റെ ഒരു ഫസ്റ്റ് കോള് വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞ കാര്യം ലാലേട്ടൻ്റെ പടമാണ്, നീ എന്തായാലും പോയി ചെയ്യണം, കഥ വാഴക്കൊന്നും കേൾക്കൊന്നും വേണ്ട, എന്തായാലും ചെയ്യണം. കാരണം അച്ഛൻ്റെ ആദ്യത്തെ ഹിറ്റ് തെങ്കാശിപ്പെടണം, ഫസ്റ്റ് ഹിറ്റ് തെങ്കാശിപ്പെടണം. അത് ലാലങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത പടം. അപ്പോൾ ഇത് നടികറും അടുത്തൊരു പരിപാടിയായി മെയിൻ പരിപാടിയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും അങ്ങനെ ആക്കി തരണം. അല്ല, അതെനിക്ക് തോന്നുന്നു പറയേണ്ട ആവശ്യമില്ല. കാരണം ആദ്യം ഇപ്പോ മഞ്ഞുമലിന്റെ കഥ പറഞ്ഞു, അതൊരു ഹിറ്റായി. ഇനി രണ്ടാമത്തെ ഇതൊരു മെയിൻ പരിപാടി ആവട്ടെ, അല്ലേ? എന്തായാലും ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ചന്തു? ഈ നമ്മുടെ എല്ലാവരും എനിക്ക് തോന്നുന്നു ചന്തുവിനെ കാണാനായിട്ട് കൂടെ കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു കൂട്ടത്തിൽ, ഇല്ലേ? അതെ, കണ്ടില്ലേ? താങ്ക് യു. വേറെ ഒന്നും പറയാനില്ല. എല്ലാവരും എല്ലാ പരിപാടിക്കും എല്ലാവരും വന്ന് പറയണ പോലെ തന്നെ മെയ് 3-ാം തീയതി പടം റിലീസാവും, വന്ന് കാണാം. താങ്ക് യു. അതെ, വന്ന് കാണാൻ വിജയിപ്പിക്കുക. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ആൻഡ്